ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് ഫ്രൂട്ട് സലാഡെന്ന് മാത്രമല്ല ഫ്രൂട്ട് കസ്റ്റർഡ് എന്നും പറയാറുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടെ ഒന്ന് ആക്കിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് പിൽസ്ബെറിയുടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡറാണ്. നമുക്കെപ്പോഴും ഫ്രൂട്ട് സലാഡൊക്കെ ചെയ്യാനായിട്ട് ബാക്കിയുള്ള ഫ്ലേവറിനെക്കാട്ടിയും വാനില ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡർ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് കമ്പനിയുടെ ആയാലും വേണ്ടില്ല, വാനില ഫ്ലേവറിലുള്ള കസ്റ്റർഡ് പൗഡർ തന്നെ വെച്ചിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇപ്പോൾ 1 ലിറ്റർ പാല് മൊത്തം ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു അരക്കപ്പ് പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം നമ്മൾ ഈ അരക്കപ്പ് പാലിലാണ് കസ്റ്റർഡ് പൗഡർ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ ഈ പാല് നന്നായിട്ട് നമുക്ക് തിളപ്പിക്കണം. തിളച്ച പാലിലേക്കാണ് കേട്ടോ നമ്മൾ കസ്റ്റർഡ് പൗഡർ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് പാല് മാറ്റി വെച്ചിട്ട് അതിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചൂട് പാലിലേക്ക് കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങ് കട്ട കെട്ടിയിരിക്കും. പാല് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗളിൽ കസ്റ്റർഡ് പൗഡറിന് കലക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ പാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 4 ടേബിൾ സ്പൂണാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. ഈ 1 ലിറ്റർ പാലിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ മതിയാകും. നമ്മൾ കസ്റ്റർഡ് പൗഡർ കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ഈ മിക്സ് അങ്ങ് ഒരുപാട് തിക്കായി പോവും. അതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത്രയും തിക്കാവാതെ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ മതിയാകും. 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാലും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാല് ഇപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 14 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 13 മുതൽ 14 ടേബിൾ സ്പൂൺ വരെ ആകാം. ഞാനിപ്പോൾ 14 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷമാണല്ലോ കഴിക്കുക. അപ്പോൾ തണുത്തതിന് ശേഷം ഇത് കറക്റ്റ് മധുരമായിക്കോളും കേട്ടോ. അപ്പോൾ പാല് നല്ലതുപോലെ ഒന്നും കൂടി തിളച്ച് വരണം. പഞ്ചസാരയൊക്കെ ഇതിൽ അലിഞ്ഞ് നല്ലതുപോലെ തിളയ്ക്കണം പാല്. ഇത് അടി പിടിക്കാതെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പാല് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കസ്റ്റർഡ് പൗഡറിലെ അത് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് അങ്ങ് കുറുകി വന്നോളും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കസ്റ്റർഡ് പൗഡർ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഒരു 1-2 മിനിറ്റോളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാകും. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാലുണ്ടല്ലോ ഈ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് ഈ കസ്റ്റർഡ് നമ്മളുടെ ഒന്നും കൂടി അങ്ങ് കട്ടിയായിപ്പോവും. അപ്പോൾ ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഇപ്പം എന്താ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ചൂടൊക്കെ ഒന്ന് മാറി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എങ്കിലും വാട്ടർമെലൺ പോലുള്ള വെള്ളമുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. കാര്യം നമ്മളുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി അങ്ങ് ലൂസായിട്ട് പോവും. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇത് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ ഒരു ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് അനാർ എടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രേപ്സ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്നട്ടും ബദാമും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂറെങ്കിലും ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് അനാറത ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് ഒരുപാട് പേർക്ക് അറിയുന്നതാണ്. പിന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.